പുറത്തു നിന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്ത് വന്നിട്ട് അതിനുശേഷം ഉള്ളിലേക്ക് വരുമ്പോൾ ആ വാക്ക് മാറ്റുന്നത് മനുഷ്യത്വത്തിൽപ്പെട്ടതാണോ ചിന്തിക്കുക. പിന്നെ നാളെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്, അതെന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താണെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ തംബ്നെയിലിനകത്ത് കണ്ടതുപോലെ തന്നെ 184 പേര് അടങ്ങുന്ന ഒരു പെറ്റീഷൻ, അതായത് റേസിസം, നിങ്ങൾക്കറിയാലോ മറ്റേ ജിൻഡോയുടെ കേസ് തന്നെ, ആ ഒരു പെറ്റീഷൻ എല്ലാവരും കൂടെ സൈൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പൊ 184 പേര്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് ഞാൻ ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അതിന്റെ ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു വിഷയത്തിൽ ഏകദേശം മിക്കവാറും തീരുമാനമാവും. അത് ഒരുപാട് രീതിയിൽ മാസീവായിട്ട് കംപ്ലൈന്റ് ചെല്ലുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അത് തീർച്ചയായിട്ടും അത് ഇടപെടുകയും ചെയ്യും, അതിനെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്യും. അപ്പോൾ അത് വായി തോന്നുന്ന ഇതിനൊക്കെയുള്ള തോന്നിവാസങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കിട്ടണം. അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, അത് കിട്ടണം. ചോദിച്ചു മേടിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ, അത് കാര്യം ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരുന്നു. എന്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊമോ കണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ആ പ്രൊമോയ്ക്കകത്ത് പ്രത്യേകം നമ്മുടെ ജാസ്മിൻ ഗബ്രി എടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറയുന്നു, പക്ഷെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ലവേഴ്സിനെ പോലെയാണ്. അപ്പോൾ അതിന് എനിക്കൊരു ക്ലാരിറ്റി വേണമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ഗബ്രി മോൻ പറയുന്നു, എനിക്ക് ഇവളെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇവളുമായിട്ട് റിലേഷൻഷിപ്പിലാവാനോ കല്യാണം കഴിക്കാനോ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ജാസ്മിനും പറയുന്നു എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു ഞാൻ ആഗ്രഹിച്ച ആൻസർ എന്തായാലും എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടൊക്കെ കാണിക്കുന്നത്. എന്തോന്നറിയ ഇത് എന്തോ ഒരു ക്രിഞ്ച് പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കി. കാണുമ്പം തന്നെ നമുക്കൊക്കെ സത്യം പറഞ്ഞ ഒരു അറപ്പാണ് കേട്ടോ. ഞാൻ അഫ്സലിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അഫ്സൽ എന്നോട് പറയാറുണ്ട്, അളേ എനിക്ക് കാണുമ്പോൾ എനിക്ക് അറപ്പാണ് വരുന്നത്. എന്തായാലും ഈ പ്രൊമോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിന് ശേഷം അഫ്സൽ അവിടെ ചെന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് ഞാൻ വായിച്ചു തരാം. She will understand the extreme bad phase I went through. 7 months he made me a fool in name of love. I believe in karma. ഈ ഒരു വിഷയത്തിൽ ശരിക്കും കർമ്മയാണ് കാര്യം. കർമ്മ തിരിച്ചടിച്ചിരിക്കും. കാര്യം കർമ്മ വിശ്വസിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നായാലും അത് തിരിച്ച് കിട്ടും. അവളത് കിട്ടുന്ന സമയത്ത് അവളത് പഠിച്ചോളും. കാര്യം അവൻ്റെ ഒരു മര്യാദ വെച്ചിട്ട് അവൻ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. അവന് വേണം ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവളുടെ ഭാവി തന്നെ നശിക്കാനുള്ള കാര്യമാണ് അത്. അവൻ അതൊന്നും ചെയ്യാത്ത അവൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോക്കകത്ത് കണ്ടു കാണും അവൻ്റെ ഒരു 14 മിനിറ്റുള്ള വോയിസ്. വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് അവൻ റിയാക്ട് ചെയ്തേക്കുന്നത്. അതിൽ പോലും അവളെ വലുതായിട്ടൊന്നും കുറ്റം പറയാത്ത രീതിയിലാണ്. ഇനി ഒരു പക്ഷേ അവൻ മേ ബി ഈ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം എനിക്കറിയത്തില്ല. എന്തായി കഴിഞ്ഞാലും എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ഒരു റിലേഷനകത്തോട്ട് അവൻ ഒരിക്കലും ഒരു താല്പര്യവുമില്ല. പുല്ലും ഭൂമിയുള്ള കാലം അവളെ അവൻ കെട്ടത്തുമില്ല. അഫ്സലുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പോയിരുന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടോ ഈ പറഞ്ഞ ആദ്യത്തെ റിലേഷൻ മറ്റേ എൻഗേജ്മെന്റിന്റെ സമയത്ത് അത് ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന സമയത്തോ ഒന്നുമല്ല. നിലവിൽ റിലേഷൻഷിപ്പുമായി കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പൊ അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇതും ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ് ജാസ്മിന്റെ ആർമികൾ പൊക്കിക്കൊണ്ട് വരുമായിരിക്കും. വലിയ വിഷയമല്ല. അവരെ സംബന്ധിച്ച് ഇതൊക്കെ 23 വയസ്സുള്ള പിഞ്ചു കുഞ്ഞല്ലേ, എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ അല്ലേ, അതൊരു സീനായിരിക്കും. എന്തായാലും ഇന്ന് പനി പിടിച്ച് അവിടെ കിടക്കാൻ നേരത്തും അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നു, ഗ്ലാസിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് നോക്കുന്നു, അതിനുശേഷം മറ്റേ അതിന്റെ പുറകെ ചുറ്റിപ്പറ്റി നടക്കുന്നു. എന്തൊക്കെ കോമഡികളാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇന്ന് ലൈവിലാണ് നടന്ന സംഭവം ഒന്ന് കേട്ടു പോകാം. ആരും കാണാതെ ജാസ്മിന്റെ അടുത്തേക്ക് പോകുന്ന ഗബ്രിയെ കൈയോടെ പൊക്കിയിരിക്കുകയാണ് ബിഗ് ബോസ്. അല്പസമയം മുമ്പ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജാസ്മിനുമായി ആർക്കും സമ്പർക്കം പാടില്ല. അത് ഗബ്രിയെ ഉദ്ദേശിച്ചായിരുന്നു പറഞ്ഞത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്യാപ്റ്റനായ ശ്രീധുവിനോട് പറഞ്ഞാൽ മതി, മറ്റാരും തന്നെ ജാസ്മിൻ കിടക്കുന്ന റൂമിലേക്ക് പോകാൻ പാടില്ല എന്ന് കർശന നടപടിയുമായി വന്നിരിക്കുകയാണ് ബിഗ് ബോസ്. രാവിലെ മുതൽ ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്തേക്ക് ആരും പോകരുതെന്ന്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഗബ്രി ജാസ്മിനെ കാണാൻ പോകുന്നുണ്ട്. അതിന്റെ പരാതിയുമായി ജിൻഡോയും രാവിലെ എത്തിയിരുന്നു. ജാസ്മിന്റെ അടുത്തേക്ക് ഗബ്രി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ, അതെന്താണ്, അങ്ങനെ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞതാണല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ വരുന്നുണ്ടെങ്കിലും ജിൻഡോന്റെ വാക്കൊന്നും ആരും കേൾക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ജാസ്മിനെ പോയി നോക്കുന്ന ഗബ്രിയെയാണ് കാണുന്നത്. ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് കേട്ട് പോകുന്ന ഗബ്രിയുടെ അടുത്ത് വാ, നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്, നമുക്ക് ഹൃദയം തുറക്കാം എന്നൊക്കെ പറയുന്ന ജാസ്മിനെയാണ് കാണുന്നത്. ഫുള്ള് കോമഡി തന്നെ കേട്ടോ. എന്താ കഴിഞ്ഞാൽ എന്തായാലും രണ്ടെണ്ണത്തിനും ഇഷ്ടമാണ്. പിന്നെ ഈ കാസ്റ്റിന്റെ ഒക്കെ വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇനി അഫ്സലിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടണം. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന അഫ്സലിന്റെ കേസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. ഈ നിഷാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്തെ കണ്ടസ്റ്റന്റ് ആയിരുന്നു നിഷാന. ഈ നിഷാന തന്നെ ഈ ലാലേട്ടന്റെ എപ്പിസോഡിൽ
സൺഡേ എപ്പിസോഡിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം മനുഷ്യത്വ മാർക്കൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുമ്പം നിശാന തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ എങ്ങാണ്ട് ഇട്ടൊരു പോസ്റ്റാണ്. അത് വലുതായിട്ട് ആരും, എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആരും അത് അത്ര ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു ആ ഒരു കാര്യം. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ബിഗ് ബോസിലെ ഇന്നലത്തെ പ്രധാന ടോപ്പിക് ആയിരുന്നു ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യത്വം. അവിടെ കുറെ പേര് മനുഷ്യത്വത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയട്ടെ. ഈ പറഞ്ഞവരെല്ലാം കൃത്യമായിട്ട് മനുഷ്യത്വം പാലിക്കുന്നവരാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേങ്കിലും പുറത്തുനിന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്ത് വന്നിട്ട് അതിനുശേഷം ഉള്ളിലേക്ക് വരുമ്പോൾ ആ വാക്ക് മാറ്റുന്നത് മനുഷ്യത്വത്തിൽ പെട്ടതാണോ? ചിന്തിക്കുക. അതേപോലെ ഈ പറഞ്ഞ പോലെ ഒരു പനിഷ്മെന്റ് കൊടുക്കുക, അത് ഹ്യൂമറായിട്ട് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഹ്യൂമറായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇത് തെറ്റ് മറന്നു പോകും. അവർക്ക് നമുക്ക് വലുതായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ 4 പേര് ചെയ്യുന്ന ഒരു ജോലി, ചിലപ്പോൾ അത് ഫ്ലോർ ക്ലീനിങ് ആവും, കിച്ചൺ ഡ്യൂട്ടി ആവും, എന്തായാലും ഒറ്റയടിക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്, ഇതൊക്കെ മനുഷ്യത്വത്തിൽ പെട്ടതാണോ? പുറത്തു നിന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്ത് വന്നിട്ട് അകത്ത് വന്നിട്ട് അത് മാറ്റുന്നത് ശരിയാണോ എന്ന്, അത് മനുഷ്യത്വത്തിൽ പെടുന്ന സാധനമാണോ എന്ന്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. കാര്യം അതിനകത്തുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് നിശാന. ഒരു പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ ആണല്ലോ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അപ്പം പുള്ളിക്കാരത്തേക്ക് അറിയാമല്ലോ അവിടെ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ ഇതിനൊന്നും മനുഷ്യത്വം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഈ ജാസ്മിനെ സപ്പോർട്ടേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് മനുഷ്യത്വമായിട്ട് ഫീൽ ചെയ്യായിരിക്കും. 23 വയസ്സുള്ള കുട്ടി, അവളെ ഒന്നും പറയരുത്. അവൾക്ക് ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ഉണ്ട്, വധഭീഷണിയൊക്കെ മുഴക്കിയേക്കുന്നത്. ജാസ്മിന്റെ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് ആര് ജാസ്മിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ നിന്റെയൊക്കെ ചാനൽ പൂട്ടും, മറ്റേതാ മറിച്ചതെന്നൊക്കെ. എന്ത് വിവരം കെട്ടവന്മാരാണെന്ന് അറിയിച്ചു. കാര്യം അതാണ് പറഞ്ഞത്, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ പറയുന്ന ടീമുകളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, നിങ്ങൾ എല്ലാവരെക്കാട്ടിയും നല്ല രീതിയിൽ എനിക്ക് കണക്ഷൻ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവള് ചെയ്ത പ്രവർത്തികളിനകത്തോട്ട് എനിക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ അവിടെ നിർത്തി, അത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി അങ്ങനെ ഒരു സംഭവം, ഇനി അങ്ങനെ ഒരു ബന്ധം പോലും എനിക്ക് വേണ്ടാന്ന് വെച്ചു. കാര്യം ഒരു റിലേഷൻഷിപ്പിന് പോലും ഒരു വാല്യൂ കൊടുക്കാതെ അവൻ അഫ്സലിന്റെ അടുത്ത് കാണിച്ചത് വെറും മൂഞ്ചിത്തരമാണ്. എനിക്ക് ഒരിക്കലും അത് ക്ഷമിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. എനിക്കത് ഗെയിമായിട്ടൊന്നും എനിക്ക് കാണാനും പറ്റത്തില്ല. എന്തൊരു ഗെയിം ആയാലും എടുത്തു കഴിഞ്ഞാലും ഇതല്ല, ബിഗ് ബോസ് അല്ല ജീവിതം. പുറത്തിറങ്ങിയിട്ടും വേറെ ജീവിതമുണ്ട്. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇന്നലെ രാത്രിയിൽ നാദ്ര ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ അപ്ഡേറ്റ് നാദ്രയെ സംബന്ധിച്ച് നാദ്രയ്ക്ക് പെട്ടെന്ന് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. കാര്യം നാദ്രയ്ക്ക് സോഴ്സ് കാണുമല്ലോ, അവിടുത്തെ എക്സ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് സോഴ്സ് ഉണ്ട്. അപ്പൊ നാദ്ര ഇന്നൊരു ട്വിസ്റ്റ് നടക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ ജാസ്മിന്റെയും ഗബ്രിയുടെയും വിഷയത്തിലുള്ള ട്വിസ്റ്റ് ആണോ എന്ന് അറിയത്തില്ല. പിന്നെ സിജോയുടെ റീ എൻട്രിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. സിജോയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി. സിജോയുടെ മുഖത്തൊരു ഒരു ചെറിയ കുരുപ്പൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അതിൻ്റെയും കൂടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കാര്യം ഈ നമ്മൾ കയറുമ്പോൾ ഫുള്ള് ഹെൽത്ത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വല്ലതും സ്പ്രെഡ് ചെയ്യുന്ന അസുഖം വല്ലതും ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. സിജോ ടോട്ടലി ഫിറ്റ് ആണ്, ഇപ്പം ഒരു കുഴപ്പമില്ല. എന്തായാലും വീട്ടിൽ കയറിയിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു മാരകമായ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നാദ്രയുടെ ആ വീഡിയോ കണ്ടു നോക്കാം. സിബിന്റെ അപ്ഡേഷൻ എല്ലാവരും ചോദിക്കുന്നുണ്ട്. സിബിന്റെ കാര്യത്തിൽ സിബിൻ ഇപ്പോഴും ബിഗ് ബോസിന്റെ അണ്ടറിൽ തന്നെയാണ്, ബിഗ് ബോസിന്റെ കീഴിൽ എവിടെയോ ആണ് സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. മറ്റു ഇൻഫർമേഷൻ ഒന്നും എത്തിയിട്ടില്ല, കാരണം പുറത്താരെയും വിളിച്ചായിട്ടൊന്നും നമുക്ക് അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. അപ്പം സിബിൻ ബിഗ് ബോസിന്റെ കീഴിൽ തന്നെ എവിടെയോ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പം സിബിന്റെ ഒരു എൻട്രി ഒക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ അവരൊരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പം സിബിൻ നാളെ ഇനി തൊട്ട് സീസണിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എന്തായാലും സിജോ വരും എന്ന് നമ്മൾ കാത്തിരുന്ന കണക്ക് സിജോ 2 ദിവസം മുന്നേ എങ്ങാണ്ട് കയറേണ്ടതായിരുന്നു. പിന്നെ ഒരു മെഡിക്കൽ എന്തോ ഇതായിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇന്ന് കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നാളെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. അതെന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താണെന്നുള്ളത്. അപ്പം എന്തായാലും ട്വിസ്റ്റൊക്കെ നമുക്ക് നമ്മുടെ സീസണെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഒരു ട്വിസ്റ്റ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം പോസിബിൾ ആയിട്ട് വരും നമുക്ക് അറിയില്ല. അപ്പൊ നാദ്ര പറഞ്ഞ കണക്ക് തന്നെ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്തായിരിക്കും സംഭവം എന്ന് അറിയത്തില്ല. ചിലപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ ആയിരിക്കാം. അതൊരു ഭയങ്കര ട്വിസ്റ്റ് അല്ലേ, നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ മിഡ് വീക്ക് എവിക്ഷൻ ആയിരിക്കാം. മേ ബി ഈ പറയുന്ന പോലെ തന്നെ ഈ ജബ്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാണാം. അല്ലെങ്കിൽ സിബിന്റെ കാര്യം തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, അതിപ്പോഴും കൺഫേം അല്ല എന്ന്. പക്ഷെ സിബിൻ എനിക്ക് തോന്നുന്നില്ല സിബിൻ കിട്ടിയത് പോകുന്നത്. സിബിൻ 100% മണിക്കൂട്ടനെ കൊണ്ടുവന്ന കണക്ക് തീർച്ചയായിട്ടും തിരിച്ചു കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ സിബിന്റെ വല്ലൊരു റീ എൻട്രി ആണോ എന്നും അറിയത്തില്ല. പക്ഷെ അതിന് ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് പുറത്തുനിന്ന് വരുന്നുണ്ടോയെന്നും അറിയത്തില്ല. എന്തായി കഴിഞ്ഞാലും ട്വിസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കാര്യം സിബിൻ പോയപ്പം തന്നെ ഇപ്പൊ സത്യം പറയല്ല, ആ ഷോ കാണാനായിട്ട് ഒരു രസമില്ല, മൊത്തവും ഇല്ല. മറ്റേ മരിച്ച വീടിന്റെ കണക്ക് എല്ലാവരും ആരോടെയും ഒന്നും മിണ്ടുന്നില്ല, എടുക്കുന്നില്ല. സായിയൊക്കെ അവിടെ പോയിട്ട് അവനൊക്കെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നത് എന്തിനാണെന്നോ എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല. ഈ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയോ സംസാരിക്കുകയോ ചെയ്യണ്ടേ?
ഒന്നും സംസാരിക്കുന്നില്ല, എടുക്കുന്നില്ല. ആകപ്പാടെ കോമഡി ഉള്ള സത്യം പറയാമല്ലോ. ജിൻഡോ കാണിക്കുന്നത് എടുക്കുന്നത് ഭയങ്കര കോമഡി തന്നെ, ഭയങ്കര എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരൻ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജിൻഡോ ഭയങ്കര ആക്റ്റീവാണ്, എന്റർടൈനറാണ്, എല്ലാം ആണ്. കാര്യം പുള്ളിയുടെ സീരിയസ് ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് തമാശയായിട്ട് തോന്നുവാണ്. അതൊക്കെ ഭയങ്കര എന്റർടൈനിങ് കഴിവ് തന്നെയാണ് അതൊക്കെ. എന്തായാലും ശരിക്കും പറഞ്ഞാൽ സിബിന്റെ ആ ഒരു കേസ് വല്ലാത്തൊരു നഷ്ടമായിരുന്നു. സിബിൻ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയ്ക്ക് അങ്ങ് മെന്റലി ഡൗൺ ആവാത്ത കാര്യം. നിങ്ങൾ ഈ ഷോയിലൊക്കെ കയറുമ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടായിരിക്കണം കയറുന്നത്. കാര്യം ഇത് സീസൺ 6 ആയി, അത്യാവശ്യം ഷോ എല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് കയറുന്നത്. അപ്പം എന്ത് സംഭവിക്കും, അവിടെ എന്ത് നടന്നാലും നമുക്ക് പിടിച്ചു നിൽക്കണം. ഇതെല്ലാം നമ്മൾ ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം, മെന്റൽ സ്ട്രെങ്ത് എന്തായാലും വേണം. അല്ലാതെ അവിടെ ചെന്ന ഉടനെ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഒരിക്കലും നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റത്തില്ല. അത് കാണുന്നവർക്ക് തന്നെ അത് വല്ലാണ്ട് തോന്നുന്നു. എനിക്ക് സിബിൻ ആദ്യം പറഞ്ഞ ഓക്കെ ആയിരുന്നു, ഇതാണെങ്കിൽ എനിക്ക് സുഖമില്ല, എനിക്ക് പറ്റുന്നില്ല. പക്ഷെ പിന്നെയും സിബിൻ ഒട്ടും വയ്യാത്ത രീതിയിലോട്ടാവുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ഒരു കാര്യത്തിൽ ഇത്രയ്ക്ക് ഇതാവുന്നു. ഇനി ഒരു പക്ഷേ മേ ബി ഇനി ഇങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് വല്ല ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നോ, എന്തെങ്കിലും പാസ്റ്റ് ഹിസ്റ്ററിയോ ഡ്രോമ എന്തായാലും മനസ്സിലുണ്ടെങ്കിൽ ഒരു പക്ഷേ സിബിന്റെ ഈ ഒരു കണ്ടീഷന് അതിന് ചിലപ്പോൾ ഒരു കാരണമാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സിബിൻ തിരിച്ച് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഈ വിഷയത്തെ പറ്റിയിട്ട് മനോജ് ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മനോജേട്ടന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവിടെ ചെന്നിട്ട് പിന്നെ കൈ കാലിട്ടടിക്കുക, അയ്യോ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് അവിടെ വീട്, എന്നെ ഇവിടെ വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു അവസ്ഥയാണ് ആലോചിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞുകൂടെ ഈ ഷോ എന്താണെന്ന്. 6ാമത്തെ സീസണാണ്, എന്നിട്ടും ഇപ്പോഴും തള്ളി കയറി അതിൻ്റെ അകത്ത് ചെന്ന് എനിക്ക് ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പറ്റണില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എനിക്കിത് സഹിക്കാൻ പറ്റണില്ല, എൻ്റെ തലച്ചോറിന് താങ്ങാൻ പറ്റുന്നില്ല. അയ്യോ അംഗൻവാടിയിൽ കിൻഡർ ഗാർഡനിലൊക്കെ ഉള്ള കൊച്ചു പിള്ളേർ, അവർക്ക് അത്രേ ഉള്ളൂ ബുദ്ധി എന്ന് നോക്കിയാൽ. എന്നെ കണ്ണുരുട്ടി കാണിച്ചു, എനിക്ക് ചിച്ചു മുള്ളൻ, എന്നെ പിച്ചി മാന്തി, എനിക്ക് വീട്ടിൽ പോകണം. അത്ര പോലും തലച്ചോറില്ലാത്ത ആളുകളൊക്കെ എന്തിനാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്? എന്നിട്ട് ഇവിടെ കിടന്ന് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുക. അത് വലിയ കഷ്ടമാണ്. കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് വെറും മണ്ടന്മാരാ കാണിച്ചിരിക്കും. കറക്റ്റ് അല്ലേ പറയുന്നത്? കാണുന്നവന്മാരെ വെറും മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് ഇത്. വീണ്ടും റിപ്പീറ്റഡ്ലി നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ദൈവത്തോർത്ത് പോവാതിരിക്കുക, അതായിരിക്കുന്നല്ലോ. അല്ല, കാണുന്ന ഓഡിയൻസിനെ ഇവിടെ പൊട്ടന്മാരാക്കുവാണ്. കാര്യം വെറുതെ ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ലൈവും കുത്തിയിരുന്ന് കണ്ടു. അതും പല ആൾക്കാർക്കും ലൈവ് കാണാൻ പറ്റാതെ പുറത്തുള്ള ആൾക്കാരാണ് പകുതിയും ബിഗ് ബോസ് കാണുന്നത്. ചില കൺട്രീസിലൊന്നും ഹോട്ട്സ്റ്റാർ കിട്ടത്തില്ല, അവർ പ്രത്യേക വേറെ സൈറ്റിനകത്തൊക്കെ വഴിയൊക്കെയാണ് കയറുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ട് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചിലവർ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും പല കാര്യങ്ങളും ഈ ബിഗ് ബോസിനകത്തുള്ള. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ കാണുന്നവരെയും കൂടെ ഇതുകൊണ്ട് മണ്ടന്മാരാക്കുന്ന പണിയാണ് ഇവരെല്ലാവരും കാണിക്കുന്നത്. അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ള കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്തായാലും ജബ്രിയുടെ കാര്യത്തിൽ മിക്കവാറും നാളെ ഒരു തീരുമാനം ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് റിയാക്ട് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം.